ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇവാൻ മുഹമ്മദോവിച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. സോ എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വിഷ് നേരുക. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദി സക്സസ്ഫുൾ കോച്ചസ്മാരിൽ ഒരാളാണ്. സ്റ്റിൽ അദ്ദേഹത്തിന് കിരീടം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി, ഫാൻസിന് വേണ്ടി ഒരു കിരീടം നേടിത്തരാൻ സാധിച്ചില്ലെങ്കിൽ പോലും വൺ ഓഫ് ദി സക്സസ്ഫുൾ കോച്ചുമാരിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജംഷഡ്പൂർ എഫ്സിയുടെ കഴിഞ്ഞ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ജെയ്മി മാൻസോറോ. എന്നാലും ജെയ്മി മാൻസോറോ ഇപ്പോൾ നമ്മുടെ മുംബൈ സിറ്റി എഫ് സി സ്വന്തമാക്കിയിരിക്കുകയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ ഇതൊരു നല്ലൊരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം അപ്പൂയ അവരുടെ ടീമിൽ നിന്ന് പോയി. സോ ആ ഒരു സ്ഥാനത്തേക്ക് അവർക്കൊരു നല്ല CMF വരണം, അല്ലെങ്കിൽ DMF, CMF, AMF ഏത് പോസിറ്റീവ് വേണമെങ്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ വേണം. സോ അതുകൊണ്ട് തന്നെ ജെയ്മി മാൻസോറോ ഉറപ്പായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ സിറ്റി എഫ് സി ഫാൻസിന് കുറച്ച് വിഷമം ഉണ്ടാക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് അപ്പൂയ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് റാഞ്ചിക്കൊണ്ട് പോയിരുന്നു മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന്. എന്തായാലും ഇപ്പോൾ അവർ മറ്റൊരു താരത്തെ കൂടെ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് റാഞ്ചാൻ നോക്കുകയാണ്. അത് ചാങ്തയാണ്. അതിൽ ചാങ്തയെ സ്വന്തമാക്കാൻ വൻ ശ്രമം തന്നെയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നടത്തുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ഇന്ത്യയുടെ അടുത്ത നെക്സ്റ്റ് പോസ്റ്റർ ബോയ് എന്നൊക്കെ അദ്ദേഹത്തെയാണ് വിളിക്കുന്നത് സുനിൽ ഛേത്രി പോയ ഈ ഒരു സമയത്ത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏത് തരത്തിൽ സ്വന്തമാക്കാനാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് മാത്രമല്ല ജീക്സൺ സിംഗിനെ ഇപ്പോൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പറഞ്ഞു കേൾക്കുന്നു. സോ കേരള ബ്ലാസ്റ്റേഴ്സിനും വൻ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത്. ഒരു സമയത്ത് അവർ ബിബിൻ മോഹനെ വേണമെങ്കിൽ ലക്ഷ്യമിടാമെന്ന് വെക്കാം, അസറിനെ ലക്ഷ്യമിടാം, ഐമനെ ലക്ഷ്യമിടാം. സോ നമുക്ക് തടയാൻ പറ്റത്തില്ല, കാരണം അത്ര വലിയൊരു ഓഫറാണ് അവർ കൊടുക്കുന്നത്. അതായത് നമുക്കാർക്കും കൊടുക്കാൻ പറ്റാത്തത്, കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റാത്തൊരു ഓഫറാണ് അവർ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് തടയാൻ പറ്റില്ല. അതായത് ട്രാൻസ്ഫർ ഫീ ഉൾപ്പെടെ, വലിയ സാലറി ഉൾപ്പെടെ വലിയ കാര്യങ്ങളാണ് അവർ ഓഫർ ചെയ്യുന്നത്. സോ നമുക്ക് തടയാൻ പറ്റാത്ത രീതിയിലാണ് അവർ എന്താ പറയുക ഓഫറുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പല പ്ലേയേഴ്സിനും. സോ മിക്കവാറും ജീക്സൺ തുടങ്ങിയ വമ്പൻ താരങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുമാത്രമല്ല എതിരാളികളെ ദൗർബല്യം, അതായത് ദുർബലരാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം അപ്പൂയെ ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് റാഞ്ചി, ഇനി ചാങ്തയും കൂടെ റാഞ്ചി കഴിഞ്ഞാൽ അതൊരു കുറച്ചൊരു നല്ല കാര്യമാണ്. കാരണം 2 പ്രധാന താരങ്ങൾ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് പോയി. കാരണം അവർക്ക് ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയാണ്. സോ അതുകൊണ്ട് തന്നെ അവിടുന്ന് 2 കളിക്കാരെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് അവരുടെ ശക്തി കുറയ്ക്കുക എന്നാണ്. അതുകൂടാണ് അവരുടെ ലക്ഷ്യം.